ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല. കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നുണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചോട്ടെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശണ്ടാ? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും ഞാൻ എന്റെ 2 കാലം അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പോഴേ നീ പഠിക്കുള്ളൂ. എടാ, ആ കിണ്ടി എങ്ങനെ തൊക്കോടി തിരിച്ചു നോക്കുന്നേ ലക്ഷണക്കേടാ. ഓ അതല്ലേ, എനിക്ക് തിരിച്ചു വെക്കാൻ പറഞ്ഞേ, നീ എന്തിനാ തിരിഞ്ഞിരുന്നത്? ആ കിണ്ടിന്നാണല്ലേ പറഞ്ഞത്. ഞാൻ കേട്ടത് കുണ്ടിന്നാ. സോറി, തെറ്റിദ്ധരിച്ചു. ആ അങ്ങനെ വെക്ക്. കിണ്ടിയുടെ വാൾ തൊക്കോട്ട് വെക്കുന്നു ഉദയത്തിലേക്ക് മാത്ര. ഈ ചട്ടു എങ്ങനെ തെക്കോട്ട് തിരിച്ചു വെക്കാൻ മുത്തച്ഛ? കളിയാക്കണ്ട. ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇതെവിടെയായിരുന്നു? ആരും കാണാണ്ട് കൊണ്ടുവരണ്ടേ? നല്ല അസല് മിലിറ്ററി സാധന. ഒരെണ്ണം കഴിച്ചാ മതി. പടവലങ്ങി. അയ്യോ, ആ പൂഞ്ഞിക്കര കാണണ്ട. ഗ്ലാസിനകത്തിരിപ്പുണ്ട്. സോഡ എടുക്കും. എന്റെ വാപ്പണത് പോയി. അയ്യോ കമ്പി സാറ്. അല്ല തമ്പി സാറ്. എന്താണ് ഏട്ടനും അനിയനും കൂടി? അല്ലത് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ. സോഡ ഏട്ടന് വീക്ക്നെസ്സാ. സംഗതി മനസ്സിലായി. കിട്ടിയ തക്കത്തിന് 2 പേരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. എന്നിട്ട് നിങ്ങൾ 2 പേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു. ഇത് എവിടുത്തെ മര്യാദയാ? അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിൽക്കാതെ ഒഴിക്കത്തെ അച്ചു. സാറ് മദ്യപാനം കുടിക്കോ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല, വല്ലപ്പോഴും. നീ ആ ഗ്ലാസ് എടുക്ക്. സാറിന് കുറച്ച് കൊടുത്താൽ മതി. ഗ്ലാസ് എടുക്കാൻ പോട്ടെ. ഫിറ്റാവില്ലേട്ടാ. തണുപ്പിന് സോഡ കുറവാ. സാറ് കഴിക്കുന്നു കരുതിയില്ല. ഞാനോ ഒട്ടും കരുതിയില്ല. ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത്? അകത്താണെങ്കിൽ കാരണവന്മാരുടെ ബഹളം. എന്താ അലമാരയിൽ നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഈ കുട്ടി കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം. ഇപ്പൊ ഇതിന്ന് തുടങ്ങാം. എന്റെ അച്ചു ഒന്ന് മുട്ടിക്കടാ. ഞാനും. ഒരുപാട് ആലോചനകൾക്ക് ശേഷം എന്റെ മോക്ക് ഇങ്ങനെ ഒരു ബന്ധം ഒത്തു വന്നത്. അറിയാലോ, സംസാരശേഷി ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാതിരിക്കുമായിരുന്നു. എന്റെയും സരസ്വതിയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. നമുക്ക് ഈ കല്യാണം ഒരു ഉത്സവം തന്നെ ആക്കണം. ഞാൻ ഇവനെന്താ കഴിക്കാത്ത? ഒഴിക്കടാ. ഞാൻ ഒഴിക്കാറേ ഉള്ളൂ, കഴിക്കാറില്ല. എനിക്കിതൊക്കെ നിഷിദ്ധ. ഇത് മാത്രമല്ല, പുകവലി, മുറുക്ക്, അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഇല്ല. നാവിന്റെ രുചി പോകാൻ പാടില്ലേ? ഇവൻ നാവിൽ വെച്ച് രുചി പറഞ്ഞാലേ ഏത് കറി എനിക്ക് ബോധിക്കൂ. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഞാൻ ഇവനെ കൊണ്ട് തൊടിയിക്കാറേ ഇല്ല. ശരിയാ, തൊടാതിരിക്കുന്ന നല്ലത്. നാവിന്റെ രുചി മാത്രമല്ല, ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്യും.